ഹലോ ആശ, ഹലോ ഷർലി. വെൽക്കം ടു മിലൻ ഫാമിലി. അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, നിങ്ങളുടെ രണ്ടുപേരിൽ തമ്മിലുള്ള റാപ്പോ, ആശയും ശരത്തും കൂടെയുള്ള റാപ്പോ ഇല്ലേ, അത് സെയിം ഫീലാണ് ഞങ്ങളുടെ. ആശ ഇപ്പോൾ ആക്ച്വലി നിങ്ങൾ ട്രാവലിങ്, പ്രൊഫഷൻ, നമ്മുടെ ഡാൻസ്, സിനിമ, അതിൻ്റെ കൂടെ പിള്ളേരുടെ ഫാമിലി, ഇതെല്ലാം നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അതേ ഹെക്ടിക് ആ ഷെഡ്യൂൾ എനിക്ക് മനസ്സിലാവും. എന്താ ആശയ്ക്ക് തോന്നുന്നത് അതിനെക്കുറിച്ച്? അത് എല്ലാവരും പറയുന്ന ഒരു കാര്യമല്ല, ഈ സമയമില്ല എന്ന് പറയാം. പക്ഷെ എനിക്ക് ഷെറിയുടെ കാര്യത്തിൽ തോന്നിയിട്ടുള്ളത്, എനിക്കറിയാം യു ആർ മാനേജിങ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും, ഓരോ സാരി എവിടെ ഇരിക്കുന്നു എന്ന് വരെ കറക്റ്റ് അറിയാം. പർച്ചേസിന്റെ കാര്യമാണെങ്കിലും, കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ, സ്റ്റാഫിനെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യമാണെങ്കിലും, പിന്നെ വീട്ടിലത്തെ കാര്യമാണെങ്കിലും. കഴിഞ്ഞ മോൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പറയായിരുന്നു, അമ്മ അസലായിട്ട് കുക്ക് ചെയ്യുന്നുള്ള വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ശരത്തേട്ടനും ഞാനും തമ്മിലുള്ള ഒരു റാപ്പോ, ഇപ്പൊ സ്നേഹമൊക്കെയാണ്, വളരെയാണ്, അടികൂടലൊക്കെ ഉണ്ടല്ലോ, ഭാഗമാണ്. കൂടുതൽ മനസ്സിലാക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു പാർട്ട്ണർ നമുക്കുള്ളപ്പോൾ ഒരു ധൈര്യമുണ്ട്. ഷെർലിയുടെ കാര്യത്തിലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. എനിക്കും അങ്ങനെയാണ്. എൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്, നമ്മൾ കുറച്ചു ദിവസം മാറി നിന്നാലും ഇവിടെ എല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുടുംബം നമ്മുടെ കൂടെ ഉള്ളത്. അതെ, വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ പറയുന്ന കേൾക്കാൻ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത്, നമ്മുടെ സങ്കടം കേൾക്കാനും നമ്മുടെ സന്തോഷം കേൾക്കാൻ ഒരാള്, ഇപ്പൊ അത് ഹസ്ബൻഡ് ആവാം, സിസ്റ്റർ ആവാം, മക്കളാവാം, നമുക്ക് നമ്മൾ പറയുമ്പോൾ കേൾക്കാൻ ഒരാളുണ്ട്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു ഒരു മഹാഭാഗ്യത്തിലൊരു കാര്യമാണ്. ആരെങ്കിലും നമ്മൾ പറയുന്ന കേൾക്കാൻ ഉണ്ടാവണം എന്നുള്ളതാണ്. ചിലർക്ക് ചിലപ്പം കേൾക്കുമായിരിക്കാൻ, ചിലപ്പോൾ അത് മനസ്സിലാക്കില്ല. അതിൽ ഒരു എനിക്ക് തോന്നുന്നു ഷെർലിയുടെ ഒരു സക്സസിന്റെ ഒരു മെയിൻ പാർട്ട് ചേട്ടനാണെന്നാണ്. 100% മെയിൻ അല്ല, 100%. അങ്ങനെ ഒരാളല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരിക്കലും നമുക്ക്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഇൻഡസ്ട്രിയിൽ ഇതിനെ ഒത്തിരി ഇങ്ങനെ എന്നാ പറയുന്നത്, നമ്മളെ ഇങ്ങനെ പ്രൊവോക്ഡ് ആക്കാനും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി നെഗറ്റീവ് തിങ്കിങ്സും തോട്ട്സും ചലഞ്ചസും ഒത്തിരി ഉണ്ട്. പിന്നെ എനിക്കൊന്ന് ആശ എത്ര വർഷം മുമ്പ് നമ്മൾ ഷോപ്പിൽ വന്നിട്ടുള്ള പരിചയമാണെങ്കിൽ പോലും, ഇപ്പൊ ദൃശ്യം തുടങ്ങി, ആദ്യത്തെ ദൃശ്യത്തിലാണ് എനിക്ക് ശരിക്കും ആശയുടെ ഇങ്ങനെ ഒരു മുഖം കാണുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ആശ കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ്, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ മുതലാണ് ഞാൻ ആശയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, ശരിക്കും പറഞ്ഞാൽ. അതിപ്പോൾ ഇവിടം വരെ എത്തി. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എന്നോട് പറഞ്ഞില്ലേ, മറ്റേ എന്നാ 1000 ഏത് പടമായിരുന്നു, 1000 ആശകളായിരം, ആ പിക്ചർ OTT ഉണ്ടെന്ന് പറഞ്ഞ് ഞാനത് പോയി കണ്ടു കേട്ടോ. അതിനകത്തെ ആശ, ദാറ്റ് ഈസ് യു. ശരിക്കും ആശയുടെ ശരിക്കുള്ളൊരു സ്വഭാവമാണ് ആ പടത്തിൽ കണ്ടതെന്ന് എനിക്ക് തോന്നണം, അല്ലേ? ആശ ഇപ്പൊ ഹസ്ബൻഡിന് എന്നോട് പറയണ്ടേ, ഇപ്പം എങ്ങനെയാ, ഇപ്പം എൻ്റെ മകനോട് എങ്ങനെയാ നിൽക്കണ്ടേ. ഞാൻ ആ ഫിലിം കണ്ടപ്പോഴൊക്കെ എനിക്ക് റിലേറ്റ് ചെയ്യുന്നത്, ഞാൻ പെട്ടെന്ന് ശരിക്കും ഒരു ഫിലിം കാണുന്ന പോലെയല്ല, ആശയുടെ ഒരു ജീവിതം കാണുന്ന പോലെ. ജയറാമിന്റെ കാര്യം അതുപോലെ തന്നെയാണ്. ഈസ് ഓൾസോ സംതിങ് ലൈക്ക് ദാറ്റ്, ഫാമിലി മാൻ ആണ്. അതൊക്കെ നമുക്ക് ഭയങ്കര ഇങ്ങനെ, അതുകൊണ്ടാണ് അതൊക്കെ അത്രയും സക്സസ് ആയതും. പിന്നെ ഞങ്ങൾ പ്രേക്ഷകർ, അല്ലെങ്കിൽ ഞങ്ങൾ കാണുന്നവർക്ക് ചില പടങ്ങൾ കാണുമ്പം ആശ ഇങ്ങനെ ആവണം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ആശ, അതൊരു ധാരണയോടെ പോകും. പക്ഷെ ദൃശ്യം കണ്ടപ്പോഴാണ് മനസ്സിലായത് വേറൊരു മുഖം ആശക്കുണ്ടല്ലോ, അതായിരുന്നു അഭിനയം. പക്ഷെ മറ്റത് ഒറിജിനൽ ആശയായിരുന്നു. എനിവേ, നല്ലൊരു ഫാമിലി നമ്മുടെ കല്യാണം വരുന്നു. അതിന് പറയട്ടെ, കല്യാണത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് മിലൻ എന്ന് പറയുന്ന ഒരു പേരല്ലാണ്ട് മറ്റൊരു പേര് എന്റെ മനസ്സിൽ വന്നില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ ഭയങ്കരമായിട്ട് സാരി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാഞ്ചീപുരം സാരീസിന് കളക്ഷൻ ഇങ്ങനെ കണ്ടാൽ കൈ ഇങ്ങനെ ധരിക്കുന്ന ആളാണ്, മേടിക്കാൻ വേണ്ടിയിട്ട്. എന്തിനാണ് അത് മേടിക്കുന്നതെന്ന് എനിക്കും അറിയില്ല എന്നുള്ളൊരവസ്ഥയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരി കളക്ഷൻസും സാരികൾ ഉടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ ഇങ്ങനെ മോളുടെ ഒരു കല്യാണം വന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് ആദ്യം ഓർമ്മ വന്നത് മിലൻ തന്നെയാണ്. അതാണ് ഇങ്ങോട്ട് ഓടി വന്നത്. ഇപ്പൊ നമ്മൾ എൻഗേജ്മെന്റ് വരെ എത്തി. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇവിടെ വരുമ്പം എനിക്ക് തോന്നിയ മറ്റൊരു എക്സൈറ്റ്മെന്റ്, എന്നേക്കാൾ കൂടുതൽ എക്സൈറ്റഡ് ആണ് ഷേർലി എന്നാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും. ഞാൻ ആക്ച്വലി സാരി, ഞാൻ പറഞ്ഞില്ലേ, ഞാനന്ന് ആശ സാരി ആദ്യം വന്നപ്പോൾ എടുത്തെങ്കിലും എൻ്റെ മനസ്സിൽ ഇങ്ങനെ
പ്രാർത്ഥന അതേമേ നെക്സ്റ്റ് പർച്ചേസ് അടുത്ത ഞാൻ അന്ന് എല്ലാവരോടും നേരത്തെ വിളിച്ചു പറഞ്ഞു പിങ്ക് ടിഷ്യൂസ് ആണ് എനിക്ക് വേണ്ടത്, പിങ്ക് ടിഷ്യൂ. ചെന്നപ്പോൾ ശരിക്കും നമ്മുടെ രണ്ട് കൂട്ടരുടെയും ഭാഗ്യമാണെന്ന് തോന്നുന്നു. ബ്യൂട്ടിഫുൾ സാരീസ് പിങ്കിൽ കുറേ കിട്ടി. ഇത്രയും കളക്ഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. അതും വെറൈറ്റി ഓഫ് പിങ്സ് കിട്ടി, ഡിഫറെന്റ്. പിന്നെ റെഡ് ഞാൻ ആലോചിച്ചു, എനിക്ക് റെഡ് വേറൊരു കസ്റ്റമർക്ക് ഇതുപോലെ തന്നെ വേണമായിരുന്നു. അപ്പൊ ആ റെഡിനെ കുറിച്ചും തിങ്ക് ചെയ്ത് ശരിക്കും ഞാൻ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് എപ്പോഴും പർച്ചേസ് തുടങ്ങുന്നത് പോകുന്നത്. റെഡിന്റെ ഭയങ്കര വെറൈറ്റി ഓഫ് റെഡ് കിട്ടി. എപ്പോഴും കിട്ടണമെന്നൊന്നുമില്ല. ചിലപ്പോൾ സെലക്ഷൻ മനസ്സിൽ തോന്നുന്നത് എപ്പോഴും ഇപ്പൊ പോകുമ്പോ പർച്ചേസിന് പോകുമ്പോ ഇന്ന സാരി കാണുമ്പോ ഇത് ഞാൻ എടുക്കാം അല്ലെങ്കിൽ ഇത് ഞാൻ എടുക്കാന്ന് തോന്നുന്ന ഒരു മൈൻഡ് ഉണ്ടല്ലോ. ഇപ്പൊ ഞങ്ങളിപ്പോ ഡാൻസ് കൊറിയോഗ്രാഫ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിൽ ആദ്യം നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവും, ഇതാണ് നമ്മളുടെ കോൺസെപ്റ്റ്, ഇതനുസരിച്ചിട്ടുള്ള ഒരു കൊറിയോഗ്രാഫി അല്ലെങ്കിൽ ഇതനുസരിച്ചിട്ടുള്ള സ്റ്റുഡൻസിനെയാണ് നമുക്ക് വേണ്ടത്, ഇന്ന രാഗം ഇന്ന താളെന്നൊക്കെ നമ്മൾ തന്നെ തീരുമാനിക്കും. എങ്ങനെയാണ് ഒരു സാരിയുടെ ഒരു സെലക്ഷനിലേക്ക് പോകുമ്പോൾ ഇപ്രാവശ്യം ഞാൻ പോകുമ്പോൾ ഇന്ന സാരികൾ കൊണ്ടുവരണം എന്നൊരു മനസ്സിലൊരു പ്ലാൻ ചെയ്യില്ല? അങ്ങനെ പ്ലാൻ എനിക്ക് ഇന്ന സാരി എനിക്ക് വേണം എന്നുള്ളത് ഞാൻ നേരത്തെ പറയും. പക്ഷെ അവിടെയാണ് ശരിക്കും എൻ്റെ ടേസ്റ്റിനുള്ള പ്രോഡക്റ്റാണ് ഞാൻ എൻ്റെ സ്റ്റോറി വെക്കുക. അപ്പോൾ എൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ ഞാൻ ചെറിയൊരു സ്പാൻ ഓഫ് ടൈമിൽ നമുക്ക് ഇത്ര സക്സസ് ആവാൻ പറ്റിയത്. അപ്പോൾ എൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. അപ്പം ഞാൻ ആലോചിച്ച് ഞാൻ എൻ്റെ മമ്മിക്കാണെങ്കിൽ ഏത് സാരി കൊടുക്കും, അമ്മമാരുടെ ഉള്ള സാരി എടുക്കും, മമ്മിയാണ് ഏത് സാരി കൊടുക്കണം, ആ സാരി മാത്രമേ ഞാൻ സെലക്ട് ചെയ്യുള്ളൂ. അതിന് വേറെ അങ്ങനത്തെ ഇഷ്ടംപോലെ ആൾക്കാർ കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ. പിന്നെ എൻ്റെ മോൾക്കോ എൻ്റെ ഡോട്ടറിലോയോ ഉടുക്കേണ്ടതാണ് എങ്ങനെയാണ് ഉടുക്കേണ്ടത്, അവരുടെ കല്യാണമാണ് അവരെങ്ങനെ ഉടുക്കണം. ഞാനിപ്പോൾ അമ്മുവിൻ്റെ സാരിക്കാണേലും എൻഗേജ്മെൻറ്റിന് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവൻ അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അമ്മ എങ്ങനെ ആവണം, അത് എങ്ങനത്തെ ഡ്രസ്സായിരിക്കണം വരണ്ടേ. ഇപ്പം നിങ്ങൾ 3 പേരും കൂടെ വെച്ച് നോക്കിയൊക്കെ ചെയ്തപ്പോഴും ഞാനത് അമ്മ ഒരു പരിധിക്കുള്ളിൽ മേലെ പോകാനും പാടില്ല. അമ്മയ്ക്ക് കൊടുക്കേണ്ട സാരി ഒരു സാരിയുണ്ട്, സിസ്റ്റർ കൊടുക്കേണ്ട ഒരു സാരിയുണ്ട്. അവരുടെ പൊസിഷനിങ് നോക്കി വേണം നമ്മൾ കൊടുക്കാൻ. പർച്ചേസ് എന്ന് പറയുന്നത് ചില സമയത്ത് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടും, ചില സമയത്ത് നമുക്ക് അവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. ഞങ്ങളുടെ കൂടുതൽ എന്നാ വെച്ചാൽ ഞാൻ കൂടുതൽ നേരത്തെ തന്നെ ഡിസൈൻ ചെയ്യും, കുറച്ച് ഡിസൈനും ഒരു ഐഡിയയും കൊടുത്തിട്ടാണ് റെഡി ആയിട്ടുണ്ടെങ്കിലാണ് ഞാൻ പോകുന്നത്. ഒരു 4 മാസം ഒക്കെ മുമ്പ് പ്രയർ നമ്മുടെ ഡിസൈൻസ്. ഇപ്പം ഇന്ന് ഞാൻ പുതിയ ലേറ്റസ്റ്റ് കുറച്ച് സാരി കാണിച്ചില്ലേ, എനിക്കതൊരു 3-4 മാസം മുമ്പ് മാർബിൾ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ്. അസലായിട്ടുണ്ട്. എവിടെ ഇറങ്ങിയില്ല, അത് ഫസ്റ്റ് സാരിയാ. ഞാൻ ആക്ച്വലി ആരെയും കാണിച്ചില്ല, ആശ മാത്രമേ സാരി കാണിച്ചുള്ളൂ. ആ സാരി കാണിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്നവരെ കാണിച്ചിട്ടേ കാര്യമുള്ളൂ. നമ്മൾ ചുമ്മാ ഓപ്പൺ ആയിട്ട് കൗണ്ടറിൽ കൊണ്ടിട്ട് അതിങ്ങനെ കോമൺ ആയി കണ്ട പോലെ ആവും. പക്ഷെ അത് കാണിക്കേണ്ടവരെ മാത്രം. ഭയങ്കര രസമാണ്. ചില സ്പെഷ്യൽ സാരീസ് ഞങ്ങൾ ഓൺലൈനിൽ ഒന്നും അങ്ങനത്തെ സാരി കാണിക്കും. സ്പെഷ്യൽ മന്ത്രകോടികളും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മന്ത്രകോടികളും ഒന്നും തന്നെ നമ്മൾ വീഡിയോയിലൊന്നും അപ്ലോഡ് ഇല്ല. അതിൻ്റെ കോപ്പി പിറ്റേ ദിവസം ഇറങ്ങാൻ 1000 രൂപ 2000 രൂപയ്ക്ക് വിൽക്കും. ഇപ്പം ആശ തന്നെ ഒരു ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്തു. ആ കൊറിയോഗ്രാഫിയിൽ ഒരു ചെറിയ മ്യൂസിക്കിൻ്റെ വ്യത്യാസമോ ഒരു സ്റ്റെപ്പിൻ്റെ വ്യത്യാസമായിട്ട് അടുത്ത ആൾ പിറ്റേ ദിവസം അത് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ആ ഉണ്ടാകുന്ന പെയിൻ ഭയങ്കര പെയിനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു റൂം തന്നെ നമ്മൾ സ്പെഷ്യൽ ആക്കിയത് അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ജെനുവിൻ ആണ്, അവർക്കാണ് ഇതാണ് വേണ്ടത് എന്ന് തോന്നിയാൽ മാത്രമേ ഇത് കൊണ്ടുപോയി കാണിക്കത്തുള്ളൂ. ഞാനിപ്പോൾ ആശയെ കാണിച്ചതെന്ന് വെച്ചാൽ ഇപ്പൊ കല്യാണത്തിനുള്ളതല്ല, ഈ കൈൻഡ് ഓഫ് സാരീസ് ആണ് നമ്മൾ കല്യാണത്തിന് നമുക്ക് വേണ്ടത്. അല്ലെ നമുക്ക് ആ സമയത്തേക്ക് നമുക്ക് ചെയ്യണം. അല്ലെ അന്നേരം എത്രയോ മുന്നെയാണ് ഞാൻ എനിക്ക് കല്യാണം വരുമ്പോഴത്തേന് ഇവർക്ക് എന്താണ് ഏറ്റവും നല്ല സാരി കൊടുക്കേണ്ടത് നിങ്ങളെന്നല്ല, ഓരോ കസ്റ്റമറുടെ ഇഷ്ടങ്ങൾ. ഇപ്പം എനിക്കൊന്ന് ഒക്ടോബർ നവംബറിലൊക്കെ ഉള്ള കല്യാണങ്ങളുണ്ട്, NRIസിൻ്റെ ഉണ്ട്, ഇവിടെയുള്ളവർ. അപ്പോൾ അതൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളപ്പം എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ട് വേണം കൊടുക്കാൻ. നിങ്ങൾക്ക് തരുമ്പം എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ട് വേണം. ഓരോരുത്തരുടെ രീതി അനുസരിച്ച്. അല്ല കല്യാണത്തിൻ്റെ ഇപ്പോൾ ക്രിസ്ത്യൻ വെഡിങ് ആണെങ്കിലും ഹിന്ദു വെഡിങ് ആണെങ്കിലും മുസ്ലിം വെഡിങ് ആണെങ്കിലും ഏത് സ്ഥലത്താണെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇപ്പം തൃശ്ശൂർ നടക്കുന്ന കല്യാണം അതെ, മലബാറിൽ എവിടെയെങ്കിലും നടക്കുന്ന ഒരു കല്യാണമാണെങ്കിലും, കോട്ടയത്തോ അല്ലെ പാലയിലോ നടക്കുന്ന കല്യാണമാണ്, കൊല്ലത്ത് നടക്കുന്ന കല്യാണമാണെങ്കിലും എല്ലാത്തിനും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ട് അവരുടെ. ഒരു കോമൺ ഫാക്ടർ അതിലുണ്ട്. അത് ആ സാരിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അല്ലെങ്കിൽ ആ സാരി അവർക്ക് ഉടുക്കുന്ന ആൾക്ക്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് കാര്യം, ഉടുക്കുന്ന ആൾക്കും കൂടെ അതിനെ ഒന്ന് ഇഷ്ടമാവണ്ടേ. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ കുറേ ദൈവ അനുഗ്രഹം. എൻ്റെ ഫാദർ ഇങ്ങനെ പറയായിരുന്നു, എന്നാ പ്രാർത്ഥിക്കുന്നത്, പപ്പ മരിച്ചുപോയി കേട്ടോ, പക്ഷെ പപ്പ എന്നോട് പറഞ്ഞ ഒരു ഏറ്റവും വലിയ ഞാൻ എൻ്റെ ബിസിനസ്സിൽ സക്സസ് ആയത് ഞാൻ ആലോചിക്കുന്നു. പപ്പ എപ്പോഴും പറയായിരുന്നു, നീ എന്താ പ്രാർത്ഥിക്കുന്നത്, പർച്ചേസിന് പോകുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞു, നല്ല സാരി കിട്ടണം, നല്ല സാധനങ്ങളൊക്കെ കിട്ടണം, എനിക്ക് എൻ്റെ കടയിൽ ഏറ്റവും നല്ല സാധനങ്ങൾ കിട്ടണം, എനിക്ക് ഞാൻ ചെല്ലുമ്പോൾ അതുണ്ടാവണം. അന്നേരം അപ്പം എന്നോട് പറഞ്ഞു, അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്, ഇങ്ങനെ പ്രാർത്ഥിക്കണം, എൻ്റെ കണ്ണിന് നല്ലതിനെ മാത്രമേ നല്ലതാക്കി തോന്നിപ്പിക്കാവുള്ളൂ എന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണ്
നോക്കുമ്പോൾ നമ്മളൊരു കളർ കാണുന്നത്, ഞാനിപ്പോൾ ഒരു കളറിനെ പിങ്ക് ആയിട്ട് കാണുന്നു, അതിൽ ആ ഡിസൈനെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടം വരണം. ആ ഇഷ്ടം വരുന്നത് നമ്മുടെ കസ്റ്റമറുടെ ഇഷ്ടമായിരിക്കണം. നല്ലതൊന്നും നമ്മുടെ കൗണ്ടറിൽ വരുമ്പോൾ നമുക്ക് പല ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് അല്ല, നമ്മുടെ കസ്റ്റമർ ഒരു ടൈപ്പ് ഓഫ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കണം നമ്മുടെ കണ്ണിലും വരാൻ. അതിന് ദൈവത്തിൻ്റെ ഒരു വിസ്ഡം, ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം വേണം. അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെ പ്രാർത്ഥിക്കണം, കണ്ണിനെ നമ്മുടെ കണ്ണിൽ നിന്ന് നോക്കുന്നത് അത് നല്ലതാണെങ്കിൽ മാത്രമേ അത് നല്ലതായിട്ട് നമ്മളെ തോന്നിപ്പിക്കാവുള്ളേന്ന് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ പോയി എല്ലാ കൊള്ളില്ലാത്ത സാധനങ്ങൾ നമ്മൾ വേണേ ഇത് നല്ലതാണല്ലോ എടുക്കാം. ഇവിടെ വരുമ്പോൾ നമുക്കത് വിൽക്കാതിരിക്കും. ശരിക്കും ഞാൻ എന്നും എല്ലാ പർച്ചേസിന് പോയാലും പ്രാർത്ഥിക്കുന്നൊരു കാര്യം, അത് തുടങ്ങിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം എന്നെ നല്ലതാണെങ്കിൽ നല്ലതെന്ന് തോന്നിപ്പിക്കാവുള്ളേ എന്ന് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ പർച്ചേസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു എനിക്ക് സാരിയുടെ കാര്യം പറഞ്ഞപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. എനിക്ക് സാരി ഓഫ് കോഴ്സ് എല്ലാ സാരീസും യുണീക് സാരീസ് ആണൊക്കെ ആണെങ്കിലും മെറ്റീരിയൽ അത് ഫാബ്രിക്സ് പറയാതിരിക്കാൻ പറ്റില്ല. ഫാബ്രിക്സ് ആയിരുന്നു അത് ശരിക്കും. എന്താ വെച്ചാൽ നമ്മള് ചില സാരീസിന് സാരിയുടെ തന്നെ വിത്ത് ബ്ലൗസ് ഇടുമ്പോൾ നമ്മൾ കംഫർട്ടബിൾ ആവില്ല, അതിനൊരു ഒരു ഒരു യുണീക്ക് അല്ലെങ്കിൽ ഒരു സിഗ്നേച്ചർ പീസ് ആവില്ല. പക്ഷെ അത് വേറൊരു ബ്ലൗസ് പീസ് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സെലക്ഷൻ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയധികം കളേഴ്സാണ്. ഇവൻ ബ്രൊക്കേഡ് ആണെങ്കിലും സിൽക്സിൻ്റെ ആണെങ്കിലും ഇതൊക്കെ എന്നെ അതിശയിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴല്ല കേട്ടോ, ഞാനിപ്പം റീസെൻ്റ്ലി അല്ല, വർഷങ്ങളായിട്ട് മില്ലനിൽ വന്ന് ഞാൻ മാത്രമല്ല എൻ്റെ ഡിസൈനേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ എൻ്റെ ടൈലേഴ്സ് ആയിരിക്കാം, അവരൊക്കെ ആയിരിക്കും വന്ന് കൂടുതൽ വാങ്ങിയിട്ടുണ്ടാവുക. പക്ഷേ കാണുന്ന എൻ്റെ ഭരതനാട്യം ഡ്രസ്സിൽ കാണുന്ന ബ്ലൗസസും ധാവണിയും ഡ്രസ്സിൻ്റെ ഒരു 90% മില്ലനാണ്. അതിൻ്റെ ഡ്രസ്സിൻ്റെ ഒരു കോമ്പിനേഷൻ്റെ ഒക്കെ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന കോമ്പിനേഷൻ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കില്ല, അയ്യോ ഇത് എങ്ങനെയായിരിക്കും ഇങ്ങനെ വന്ന്. അതൊക്കെ റിയലി ഒരു വെറൈറ്റി ഉള്ളത് തന്നെ. ആക്ച്വലി അത് ഞാൻ ഫാബ്രിക്സ് ആണ് തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ഒരു സാരിയുടെ സെലക്ഷനോ അല്ലെ ഒരു ഇതിന്റെ റോ ആദ്യത്തെ ഫോർമാറ്റ് എന്ന് പറയുന്ന മെറ്റീരിയലാണ്. മെറ്റീരിയലിന്റെ ടെക്സ്ചർ, മെറ്റീരിയൽ എന്തൊക്കെ ടൈപ്പ്, മെറ്റീരിയലിന്റെ ഫോൾ എങ്ങനെ, രണ്ട് മെറ്റീരിയൽ തമ്മിൽ ബ്ലെൻഡ് ആവുമോ നമ്മൾ തയ്ച്ചു കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെയുള്ള ആ അറിവ് ഒരു ടെക്സ്റ്റൈൽ ഓണർക്ക് അത്യാവശ്യമാണ്. ഞാൻ ശരിക്കും മെറ്റീരിയൽ പഠിച്ചത് കൊണ്ട് എനിക്ക് ഈ മെറ്റീരിയലിൽ ഈ ഡിസൈൻ വന്നാൽ ചേരാമോ, ഈ എംബ്രോയിഡറി ഇതിൽ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള നോളജ് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അന്ന് കേരളത്തിൽ എനിക്കൊന്ന് 2010 ഞാൻ ഈ മില്ലൻ തുടങ്ങുമ്പോൾ ഒരു കടയിലും ഡിസൈനർ മെറ്റീരിയലുകൾ ഉണ്ടായിരുന്നില്ല. അതായത് ജോർജറ്റിൽ എംബ്രോയിഡറി ഉള്ള ഒരു മെറ്റീരിയൽ പോലും അങ്ങനത്തെ അന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് ഡൽഹിയിലൊരു സ്റ്റോറിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നത് ഒരു പിങ്കിഷ് പീച്ചാണ്. ഇപ്പോഴും ഓർക്കുന്നു, അത് വിൽക്കുമല്ലോ എന്ന് എനിക്കറിയില്ല. ഇവിടെ കൊണ്ടുവന്ന് വെച്ച് 2 ദിവസം കൊണ്ട് അത് സോൾഡ് ഔട്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊക്കെ ഇവിടെ ആൾക്കാർക്ക് ആവശ്യമുണ്ട്. പിന്നെ ഞാനത് തപ്പിപ്പോയി ഉണ്ടാക്കിപ്പിച്ചു. പിന്നെ സാരികൾ, അന്നൊക്കെ ബനാറസിലൊക്കെ സാരി ഉണ്ടാക്കുന്ന ഫാബ്രിക് എന്ന് പറഞ്ഞാൽ 5.5 മീറ്റർ സാരി ഉണ്ടാക്കിയിട്ട് അത് കൽക്കട്ടയ്ക്കോ എവിടെയെങ്കിലുമൊക്കെ അയച്ചിട്ട് ബോർഡർ ഉണ്ടാക്കുന്ന ആ പ്രോസസ്സേ അവിടെ ഉള്ളൂ. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഇത് തുണിയായിട്ട് നമ്മുടെ കടയിൽ വെച്ചാൽ നല്ലതല്ലേ? അപ്പോൾ 5.5 മീറ്റർ വെച്ചാൽ നമുക്ക് നഷ്ടമാണ്, കട്ട് പീസ് വരും. അപ്പം ഞാൻ അവരോട് ഈ 5.5 മീറ്റർ അല്ല, അതിനൊരു 11 മീറ്റേഴ്സ്, അതായത് ഡബിൾ 22 മീറ്റർ ആക്കി തരാമെന്ന് വെച്ചു. അപ്പോൾ ഓ കൊള്ളാലോ, അവർക്കും ഇഷ്ടമായി. 5.5 മീറ്ററിന് 4 സാരി ഉണ്ടാക്കിയാൽ മതി. അവിടെ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്ത് 22 മീറ്റേഴ്സ് ആക്കി തന്നു. അങ്ങനെയാണ് ശരിക്കും മില്ലന് ഞാൻ റണ്ണിങ് മെറ്റീരിയൽസ് കയറ്റി തുടങ്ങി. പിന്നെ അതിൻ്റെ വെറൈറ്റി വെർഷൻസ്, പിന്നെ എംബ്രോയിഡറി സാരി തുടങ്ങുന്നതിന് മുമ്പ് ഒരു 2 വർഷം 3 വർഷം എനിക്കൊന്ന് ഞാൻ അതിൽ PhD എടുത്തു. അതുപോലെ ഫാബ്രിക്കിൻ്റെ പുറകെ നടന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഫാബ്രിക്സ് കൊണ്ടുവരാൻ പറ്റുന്നത്. നല്ല വെണ്ടേഴ്സ് ആണെങ്കിൽ അവരോട് ഇന്നതുപോലെ ചെയ്യാമെന്ന് നിൽക്കുമ്പം ഞാൻ പറയുവാണെങ്കിൽ അവർ 100% ഷുവർ ഷോട്ടാണെന്ന് അറിയാം. അവർക്കും സക്സസ് ആവും. കേരളത്തിന് അയച്ചില്ലെങ്കിൽ അവർ വേറെ എവിടെയെങ്കിലും വല്ല ബോംബെക്കോ ബറോഡയ്ക്കോ ഒക്കെ അയക്കും, നമുക്ക് മൊണോപ്പൊളി ചെയ്ത് തരുന്ന ആൾക്കാർ. അപ്പോൾ ഞാൻ പറയുന്ന കോൺസെപ്റ്റ് ആണെങ്കിൽ 100% വരെയും. ചിലർ ധൈര്യമില്ലാത്തവരാണെങ്കിൽ ചെയ്യില്ല, അവരെ ഞാൻ കൊടുക്കാറുമില്ല. ധൈര്യമായിട്ട് ചെയ്തോ, 100 മീറ്റർ ചെയ്തോ, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞാൽ എനിക്ക് കോൺഫിഡൻ്റ് ആയി. ഇവിടെ വിറ്റില്ലെങ്കിൽ നമുക്കത് പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ അത് നന്നായിട്ട് സെൽ ഔട്ട് ആവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഫാബ്രിക്കിൽ ഇപ്പോഴും ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഈ ഇപ്പോഴത്തെ ഫാബ്രിക്കിനെ കുറച്ച് ഡിസൈനിങ് കഴിഞ്ഞ ആഴ്ചയൊക്കെ ഞങ്ങൾ നടത്തി. ഇപ്പം മക്കളെയും കൂടെ കൂട്ടിയിട്ടുണ്ട്, മോനും വൈഫൊക്കെ. ശരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയം അതാണ്. ആ സമയത്ത് ഇരുന്ന് നമ്മൾ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, അല്ലെ കളർ മാറ്റണം, അല്ലെങ്കിൽ അതിൻ്റെ ബോർഡേഴ്സിൽ ഇങ്ങനെ കൂടെ പോകണം, നമ്മളുടെ കയ്യിലുള്ള സ്കെച്ച് കൊടുത്ത് ചെയ്യിപ്പിക്കുക. അതൊക്കെയാണ് വെറൈറ്റി എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ആരെങ്കിലും ഉണ്ടാക്കിയത് എടുത്ത് വെച്ച് ഇവിടെ കൊണ്ടുവന്ന് വെക്കാനാണ് എൻ്റെ ആവശ്യമില്ല. ഒരു പർച്ചേസ് മാനേജറെ വിട്ടാൽ മതി. ഞാനിത്ര കഷ്ടപ്പെട്ട് പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക്
നല്ല സാധനം തന്നെ പ്രോഡക്റ്റ് കൊടുക്കണം. വളരെ നല്ല വർക്കാണ്. കീപ് ഗോയിങ്, ഗംഭീരാവട്ടെ. താങ്ക് യു നമുക്ക് സോ മച്ച്. നമുക്ക് കല്യാണം പൊളിക്കാം. അപ്പൊ കല്യാണം പിള്ളേരൊക്കെ നല്ല ഹാപ്പി ആയിട്ടിരിക്കട്ടെ. പങ്കുന്ന് പോവോ? പങ്കുന്ന് തിരിച്ചു പോകും. പങ്കു കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് വന്നതാണ്. പങ്കു തിരിച്ചു പോകും. നമ്മളും ഇങ്ങനെ കല്യാണം എൻഗേജ്മെന്റ് പ്രിപ്പറേഷൻസ് ഒക്കെ ആയിട്ട് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണെന്ന് മിലനിൽ വന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അമ്മയെ കൂട്ടി വന്നതാ. അമ്മേനെ കാണാൻ പറ്റി. കല്യാണ പർച്ചേസിന് വരുന്ന ചില അമ്മമാര് ഒത്തിരി പ്രായമുള്ളതാ, വീൽ ചെയറിലൊക്കെ കൊണ്ടുവരാറുണ്ട് അമ്മമാരെ. പക്ഷെ കൊച്ചുമോളുടെ കല്യാണത്തിന്റെ ഡ്രസ്സ് എടുക്കുന്ന കാണണം. അത് ആ ഹാപ്പിനെസ് അമ്മയുടെ മുഖത്ത് ഇപ്പൊ അതാണ് ഏറ്റവും സന്തോഷം. അത് ഏറ്റവും ഭയങ്കര ഒരു സന്തോഷം. നമുക്ക് നല്ല ഐശ്വര്യല്ലേ അത്. ശരത്തേട്ടന് അച്ഛനും അമ്മയും ഇവിടെയല്ല, നാസിക്കിലാണ്. അച്ഛന് കുറച്ച് വയ്യാണ്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് വരാൻ പറ്റാത്തത്. സോ അവര് അമ്മയും നാസിക്കിൽ, അമ്മയും ശരത്തേട്ടന്റെ അമ്മയെ എനിക്കിപ്പോ മിസ് ചെയ്തു. അമ്മ വന്നപ്പോ അവര് നാസിക്കിലാണ്, നാസിക് സെറ്റിൽഡ് ആണ്. അച്ഛന് കുറച്ച് വയ്യ, ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. കല്യാണത്തിന് വരുമോ? മാക്സിമം ആരോഗ്യം ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വരും. അച്ഛൻ ട്രാവൽ ചെയ്യാനൊക്കെ പ്രയാസം. എന്നാലും പിള്ളേരും അമ്മേനെ ടേക്ക് കെയർ ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എത്രത്തോളം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതല്ലേ. നമ്മൾ നമ്മുടെ പേരൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണല്ലോ പിള്ളേർ ബിഹേവ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ഓർക്കുന്നത്, എൻ്റെ ഹസ്ബൻഡ് മോഹൻചാൻ എന്നോട് പറയുന്നത്, എൻ്റെ മദറിനിലോ വയ്യാതെ കിടന്നപ്പം എന്നോട് പറഞ്ഞു, അമ്മച്ചീനെ നോക്കണം, പോയി അമ്മച്ചീക്ക് ടേക്ക് കെയർ ചെയ്യണം, എന്നാലും നീ കിടക്കുമ്പോ നിന്റെ മോൻ നിന്നെ ടേക്ക് കെയർ ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ നീ ചെയ്യുന്ന കണ്ടിട്ട് വേണം അവരത് ചെയ്യാൻ. അപ്പൊ അത് നമ്മളെ പഠിപ്പിച്ചു കൊടുക്കണ്ടേന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായത് ആശ നന്നായിട്ട് പിള്ളേരെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അമ്മമാരെ നോക്കേണ്ടത്, അമ്മയോട് സംസാരിക്കേണ്ടത് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട് തോന്നി. അപ്പൊ അങ്ങനെ ദൃശ്യം 3 ഇറങ്ങാൻ പോവാ അല്ലേ? ഞങ്ങൾ എല്ലാരും വെയിറ്റിംഗിലാണ്. ഞാനും വെയിറ്റ്. ജിത്തു ജോസഫ് ആക്ച്വലി ഞങ്ങളുടെ നാട്ടുകാരനാട്ടോ. കുത്താട്ടുകുളം അടുത്തുള്ള ഇലഞ്ഞിയിലാണ്. ഞാൻ സിനിമയുടെ കോസ്റ്റ്യൂംസ് എല്ലാം ചെയ്യുന്നത് ജിത്തു സാറിന്റെ ഭാര്യ ലിൻഡയാണ്. എനിക്കറിയാം, ലിൻഡ ഞങ്ങൾ തമ്മിൽ നന്നായിട്ട് പരിചയമുണ്ട്. ഞങ്ങള് ജിത്തു കഥ എഴുതുന്ന സമയം അതിന് മുന്നേ മുതലേ കുത്തട്ടുള്ളതുള്ളപ്പോ നമുക്ക് അവിടുത്തെ സ്റ്റോർ ഉണ്ടല്ലോ, അവിടെ വെച്ച് പോലെ ഞങ്ങൾക്ക് പരിചയമുള്ളൂ. ഞങ്ങൾ നല്ല ക്ലോസാണ്. ഞാൻ ലിൻഡ വിളിക്കാറുണ്ട് ഇടയ്ക്ക്, പിന്നെ വരാറുണ്ട് ഇവിടെ കോസ്റ്റ്യൂം എടുക്കാനൊക്കെ എപ്പോഴും വരാറുണ്ടല്ലോ. ഇപ്പൊ കുറച്ച് ദിവസമായി കണ്ടിട്ട്. അപ്പൊ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചിരുന്നു ഒരു കാര്യത്തിന്. എനിവേ നല്ലൊരു പിക്ചർ. ജിത്തുവിന്റെ ഈ പടം വളരെ സൂപ്പർ ഹിറ്റായി സക്സസ് ആയിട്ട് മാറട്ടെ എന്ന്. താങ്ക് യു സോ മച്ച്. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ.